സാറേ, കോൺഗ്രസിൻ്റെ MLA സ്വന്തം മണ്ഡലത്തിലേക്ക് വരുന്നു. അത് ഇത്ര വലിയ വാർത്തയാണോ എന്ന് ചോദിക്കാം. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിവാദങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ, വനിതാ നേതാക്കളെല്ലാം ചേർന്ന് സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? അല്ല, പറയപ്പെടുന്നതല്ല. നമ്മളിപ്പോൾ കണ്ടാണ് യൂത്ത് കോൺഗ്രസ്, KSU നേതാക്കൾ, പിന്നെ അത് മാത്രമല്ല കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ, അവിടുത്തെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തോട് കുശലം പറയാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ചോദ്യം. ഇതിനകത്ത് ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രിഡേറ്ററാണ്. ഈ പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ ഒരേ കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്യുന്ന സ്വഭാവമുള്ളവരെയാണ് പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക കുറ്റവാളിയാണ്, ലൈംഗിക മനോരോഗം ഉള്ള ഒരാളാണ്. അത് അദ്ദേഹം ആവർത്തിച്ച് ചെയ്യുന്ന ഒരാളാണ്. ആവർത്തിച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് പറയുന്നത്, നമ്മളാരും പറയുന്നതല്ല. കാരണം കോൺഗ്രസ്സിലുള്ള വനിതാ നേതാക്കൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഇതിൽ പെട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും പറയുന്നു, ഒരു മുൻ MP-യും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ പറയുന്നു. ഇങ്ങനെ അവരെല്ലാവരും പറയുന്നൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ഷേപിച്ചതിൻ്റെ പേരിലോ ആരോപിച്ചതിൻ്റെ പേരിലോ അല്ല ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്നൊരു കുറ്റകൃത്യം, ഇദ്ദേഹം ഇപ്പോൾ ആരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യഭിചാരശീലത്തിൻ്റെ പേരിലല്ല ഇത് പറയുന്നത്. വ്യഭിചാരശീലം ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഏർപ്പെടുന്നവർക്ക് പരാതിയില്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ രീതിയിൽ നടക്കട്ടെ. അത് പിന്നൊരു സദാചാരത്തിൻ്റെ പ്രശ്നമാണ്. ആ സദാചാരം തങ്ങളുടെ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് പറയാനായിട്ട് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അവകാശമുണ്ട്. ആ ഒരു അവകാശത്തെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാനും കഴിയില്ല. ഞങ്ങളിങ്ങനെ ഒരു സദാചാരം ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർക്ക് പറയാമല്ലോ. അതെ, അങ്ങനെ അവർക്ക് പറയാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ സദാചാര ലംഘനം നടത്തി ഗർഭം ധരിച്ചതിന് ശേഷം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് കുറ്റകൃത്യമാണ്. അതൊരു ക്രൈമാണ്. മറ്റത് സദാചാരത്തിന് ഇമ്മോറൽ മാത്രമാണ്. ദിസ് ഈസ് എ ക്രൈം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിന് പോലും ആ സ്ത്രീയിൽ ഗർഭചിത്രത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനുള്ള അവകാശമില്ല. ഭർത്താവിന് പോലുമില്ല. എന്താ കാര്യമെന്നറിയാമോ? അത് സ്ത്രീയുടെ അബ്സല്യൂട്ടായിട്ടുള്ള അവകാശമാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഉണ്ട്. ആ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. രണ്ടാമത്തെ കുറ്റം, അതിന് വിസമ്മതിച്ച സമയത്ത് അവരെ വധശിക്ഷ കൊല്ലും, എനിക്ക് നിങ്ങളെ കൊല്ലാൻ 3 മിനിറ്റ് മതി എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. അതിനുശേഷമുള്ള കാര്യം ഇതൊന്നും ഇദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇതെല്ലാം തൻ്റെ മഹത്തായ പൊതുപ്രവർത്തനത്തിൻ്റെ നാഴികക്കല്ലുകളായിട്ട് അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. ഇത് പ്രശ്നം വന്ന് കേരളത്തിലെ വലിയ ഒരു സമൂഹത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ഘട്ടം വന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മാറ്റി. അതിനുശേഷമാണ് പിന്നെ നാടകങ്ങൾ വരുന്നത്. ആ നാടകങ്ങൾ എന്തായിരുന്നു? ആ നാടകങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും 2 ചേരി ഉണ്ടായി. അദ്ദേഹത്തിന് പ്രതികൂലമായിട്ടുള്ള ചേരിയുടെ നേതൃസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് സതീശൻ എത്തുകയും, അനുകൂലമായിട്ടുള്ള ഇതിൽ സതീശൻ ഒഴികെയുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതുപോലും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത്? അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. എന്നാൽ സത്യത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ട എന്ന് തീരുമാനമെടുത്തത് അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ അയാൾ അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമെടുത്തതിന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കാര്യമായ പങ്കില്ല. ആ തീരുമാനമെടുത്തത് സോണിയാഗാന്ധിയാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയാണല്ലോ, വേറെ ആരാണ്? സോണിയാഗാന്ധിയുടെ നിർദ്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം എന്നുള്ളത്. ആ നിർദ്ദേശത്തെ ധിക്കരിക്കാൻ ഇന്നിപ്പോൾ കോൺഗ്രസ്സിലുള്ള ഒരു നേതാവിനും ധൈര്യമില്ല.
ഒറ്റ ആളും അതിനെ ധിക്കരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഇവർക്കെല്ലാവർക്കും വന്നുവിട്ടു. ഇത് കേരള സമൂഹത്തോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് സോണിയാഗാന്ധി നടത്തിയിരിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, സോണിയാഗാന്ധിക്ക് ഇയാൾ ഈ സ്ഥലത്ത് തുടരേണ്ടതില്ല എന്നാണ് തീരുമാനമെന്നുണ്ടെങ്കിൽ ഇയാൾ MLA സ്ഥാനം രാജിവെക്കുമായിരുന്നല്ലോ. അതെ, വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഒരു സംശയമില്ല. അപ്പോൾ ഇയാൾ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലല്ല, രാഹുൽ മാങ്കൂട്ടത്തിലും അല്ല. ആ തീരുമാനം എടുത്തിരിക്കുന്നത് ആരാണ്? സോണിയാഗാന്ധിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇയാൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളുണ്ട്. ഇയാൾക്കെതിരെ വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ടു എന്ന ആരോപണമുണ്ട്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ വ്യാപകമായിട്ട് വ്യാപരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന ആക്ഷേപം ഇയാൾക്കെതിരെയുണ്ട്. അവരുടെ പാർട്ടി നേതാക്കളെയും നേതാക്കളുടെ ഭാര്യമാരെയും പെൺമക്കളെയും ഒക്കെ ഇതുപോലെ ദ്രോഹിച്ചിട്ട് പോലും അയാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് ദുർബലമായി പോകണം എന്നുണ്ടെങ്കിൽ ആ ദൗർബല്യത്തിൻ്റെ കാരണം ആരായിരിക്കും? കേരളത്തിലെ നേതാക്കളാണ്? അല്ല. പിന്നെ ആരായിരിക്കും? AK ആൻ്റണിയാണ്? അല്ല. AK ആൻ്റണി എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇപ്പോഴും. കോൺഗ്രസിൻ്റെ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് AK ആൻ്റണി. AK ആൻ്റണി അത് വല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തതിൻ്റെ കാരണം? അങ്ങനെ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്നുള്ള ഇംഗിതം സോണിയക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സോണിയാഗാന്ധിയുടെ സുരക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വിരാജിക്കുന്നത്. ചില കാലാകാലങ്ങളായി കേരളത്തിലെ നേതാക്കൾ ഊതി കൊടുക്കുന്നതായിരിക്കത്തില്ലേ? സോണി ആയിക്കോട്ടെ, രാഹുൽ ആയിക്കോട്ടെ, പ്രിയങ്ക ആയിക്കോട്ടെ, ആരും കേൾക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഏതോ ഒരു നേതാവിനുള്ള സ്വാധീനമായിരിക്കില്ലേ രാഹുലിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത്? അങ്ങനെ കൂടെ വ്യാഖ്യാനിക്കണ്ടേ? അല്ല, അങ്ങനെ ആകണമെന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങനെയാണെന്നത് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ വാദത്തിന് അംഗീകരിക്കാം എന്ന് തന്നെ വെക്ക്. അങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ളൊരു കഴിവില്ലേ? കേരളം പോലൊരു സ്റ്റേറ്റിനെ അത്ര ഗൗരവമായിട്ട് അവർ കാണുന്നുണ്ടോ? പിന്നെ കാണണമല്ലോ. 19 സീറ്റൊക്കെ 19 MP ആകെ 14 MP കിട്ടിയേക്കുന്ന സ്ഥലം ഇതല്ലേ? അതെ. അപ്പം പിന്നെ ഇതിനെ ഗൗരവമായിട്ട് കാണാതിരിക്കാൻ പറ്റുമോ? വേറെ എവിടെ നിന്നാണ്? മാത്രമല്ല അവരുടെ മകനും മകളും ഒക്കെ നിന്ന് ജയിക്കുന്ന സ്ഥലമല്ലേ? അതെ. അവരുടെ അഭയസ്ഥാനമല്ലേ? അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തെ ഗൗരവത്തിൽ കാണാതിരിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഗൗരവത്തിൽ കാണുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറയുകയും അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കാൻ എന്തിനിവർ ഇത്രയും ധൃതി കാണിക്കുന്നു? എന്തിനിവർ ഇത്രയും ശാഠ്യം കാണിക്കുന്നു? ആ ചോദ്യമില്ലേ? എന്തിനു കാണിക്കുന്നു? ഇതൊന്നും അയാൾ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇല്ല, അയാൾ നിഷേധിച്ചിട്ടില്ല. അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വൃത്തികെട്ട ഒരു ന്യായം അതിനകത്ത് കോൺഗ്രസ്സുകാരെടുത്ത്. എന്തായിരുന്നു ആ ന്യായം? ആ ന്യായം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടായ ഒരു വ്യഭിചാര ആരോപണം ഇതും തമ്മിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് രണ്ടുപേരും നിഷേധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവമില്ല എന്നും ഇത് തൻ്റെ ശബ്ദമല്ല എന്നും താൻ ഒരു സ്ത്രീയെയും ഇങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ഒരു സ്ത്രീയോടും താൻ ഇത് ഇങ്ങനെ അവരോട് പ്രാപിച്ചിട്ടില്ല എന്നും പറയാമല്ലോ ഇയാൾക്ക്. അത് ഇയാൾ എന്തുകൊണ്ട് പറയുന്നില്ല? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രളയമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിഡേറ്ററായിട്ട്, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, ഒരു പ്രിഡേറ്ററെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാതെ എങ്ങനെ ഇരിക്കുക? പക്ഷേ ഇപ്പോൾ രാഹുൽ അവിടെ വന്ന് വീണ്ടും പരിപാടിയിൽ പങ്കെടുത്ത് ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇനി മണ്ഡലത്തിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ നിശബ്ദരായിരിക്കാനല്ലേ കോൺഗ്രസ്സുകാർക്ക് ഇനി പറ്റുള്ളൂ? അവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ല, കോൺഗ്രസ്സുകാർ നിശബ്ദരായില്ല. കോൺഗ്രസ്സുകാരുടെ ആഗ്രഹപ്രകാരം അവരുടെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരമല്ലേ അവരത് ചെയ്യുന്നത്. അല്ലാണ്ട് അവർ നിസ്സഹായരല്ല അതിനകത്ത്. അവർ നിസ്സഹായരാണെന്നുള്ള ആര് പറഞ്ഞു? അല്ല, കുറച്ച് പേർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നില്ലേ രാഹുലിനോട്? ഏത് പാലക്കാട്? പക്ഷേ ഹൈക്കമാൻഡ് രാഹുലിന് അനുകൂലമാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് എതിർപ്പ്? ഈ രാഹുലിനോടൊരു പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഒരു MLA സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടായിരിക്കും. ഒരു MLA, ഞാൻ ചോദിക്കട്ടെ, ഒരു MLA സ്ഥാനം ഇപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാനില്ലല്ലോ.
6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരുന്നു. അതെ. 6 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നൊരു സ്ഥലത്ത് ഈ MLA സ്ഥാനം ഇദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് ഞങ്ങൾ ഇതിനകത്ത് സംശുദ്ധരാണെന്ന് പറയാമായിരുന്നല്ലോ. അതെ. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ടെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ തീരുമാനിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലല്ല. അപ്പോൾ പിന്നെ ആ തീരുമാനം ആരെടുത്തിട്ടുണ്ടാകും? സോണിയാഗാന്ധി തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ സോണിയാഗാന്ധി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പോൾ സോണിയയുടെ പ്ലാൻ രാഹുൽ നടപ്പാക്കി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുൽ നടപ്പാക്കി എന്ന് പറയാലോ. രാഹുൽ ഗാന്ധി സോണിയ തീരുമാനമെടുത്തു, രാഹുൽ ഗാന്ധി നടപ്പിലാക്കി. അത് പറഞ്ഞോളൂ. മാങ്കൂട്ടം ഇത് ഈ സ്ത്രീകളെ എല്ലാം ഇങ്ങനെ പോയി പ്രാപിക്കുന്നതും അവരെ ഗർഭിണിയാക്കുന്നതും ഗർഭഛിദ്രത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നതും എല്ലാം കാണുന്ന സ്ത്രീകളോടൊക്കെ ഇയാൾ പ്രപ്പോസ് ചെയ്യും. അത് ഇയാളുടെ അപകടകരമായൊരു കാര്യമല്ലേ അത്? ആരെ കണ്ടു കഴിഞ്ഞാലും, ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു സ്ത്രീ അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരോടും പറഞ്ഞു, ആരെ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഭവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം കയറി പിടിക്കുകയാണ്. അതാണ് ഇയാളുടെ പരിപാടി. അത് കയറി പിടിക്കുന്ന ഒരുത്തനാ ഇത്രയും അപകടകാരിയായ ഒരു പ്രിഡേറ്ററെ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വെച്ചുകൊണ്ടിരിക്കാൻ എന്തിനാണ് ഇവർ ഇത്രയും താല്പര്യം എടുക്കുന്നത്? ആ ഒരു ചോദ്യമില്ലേ? എന്തായാലും രാഹുൽ ഗാന്ധി പാലക്കാട് പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മുസ്ലിം ഇന്ത്യയും കൂടി സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണല്ലോ. അതെ. ഷാഫി പറമ്പിൽ പോലും ജയിച്ച സ്ഥലം. ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള ശ്രീധരൻ മത്സരിച്ചപ്പോഴും ചെറിയ വോട്ടിന് ഷാഫി ജയിച്ചൊരു സ്ഥലം. കാരണം അവിടെ 30-38,000 മുസ്ലിം വോട്ടുണ്ട്. ആ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മത്സരിക്കേണ്ട ഒരു കാൻഡിഡേറ്റിനാണ്. അപ്പോൾ ആ ജയസാധ്യതയുണ്ട്. ഇനിയിപ്പോൾ രാഹുൽ ഇല്ലെങ്കിൽ അവിടെ ജയിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷേ രാഹുലില്ല. രാഹുലിൻ്റെ സ്ഥാനത്ത് ആര് മത്സരിച്ചാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെങ്കിൽ ജയസാധ്യത ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? അതിൻ്റെ കാരണം അറിയണ്ടേ? മാത്രമല്ല ആ പദവി ഒഴിച്ചിട്ടേക്കാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. അതെന്താണ് ഫില്ല് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഏറെ താമസിയാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുനഃപ്രതിഷ്ഠിക്കും. അത് കേരള സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.